പ്രൈസ് ദി ലോർഡ്. വീണ്ടും ചില ദിവസങ്ങൾക്ക് ശേഷം നമ്മൾക്ക് ബൈബിൾ ബുക്സിലൂടെയുള്ളതായ യാത്ര തുടരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും മാസങ്ങളിലുമൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ പഴയ നിയമം തീർത്തു. പുതിയ നിയമത്തിനും പഴയ നിയമത്തിനും ഇടയ്ക്കുള്ളതായ സൈലൻ്റ് ഇറായെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനുശേഷമായിട്ട് പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായ മത്തായിയുടെ സുവിശേഷം 4-5 പാഠങ്ങളായിട്ട് അല്പം വിസ്താരമായിട്ട് പഠിക്കുകയുണ്ടായി. അപ്പോൾ പൊതുവായിട്ടുള്ള സുവിശേഷങ്ങളെക്കുറിച്ചുള്ളതായ വിവരങ്ങളൊക്കെ സിനോപ്റ്റിക് ഗോസ്പലിനെ കുറിച്ചും ലോഗോസ് ഗോസ്പലിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചത് കൊണ്ട് അടുത്ത ഇന്നത്തെ ലെസൺ 60ാമത്തെ ലെസണാണ്. അതായത് മർക്കോസിൻ്റെ സുവിശേഷമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അത് വളരെ ചുരുക്കമായിട്ട് ഒരു ലെസൺ കൊണ്ട് പൂർത്തീകരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകാൽ കഴിഞ്ഞ മത്തായിയുടെ സുവിശേഷത്തിൽ മിക്ക വിഷയങ്ങളും ഇലാബറേറ്റായിട്ട് ചിന്തിച്ചത് കൊണ്ട് അതിൽ ഉള്ളതൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സുവിശേഷങ്ങൾ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ. എന്നാൽ ഒരു പാഠത്തിൽ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങൾ ഇന്ന് വളരെ വേഗത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇത് ആര് എഴുതി, എഴുത്തുകാരൻ ആരാണ്, തന്നെക്കുറിച്ചിട്ടുള്ളതായ അല്പ വിഷയങ്ങളും കാലഘട്ടവും നമ്മൾ പഠിക്കും. ഇതിൻ്റെ എഴുത്തുകാരനായിരുന്നതായ മർക്കോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സുവിശേഷങ്ങളൊക്കെ എഴുതിയത് യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ 12 ശിഷ്യന്മാരിൽ ഉള്ളവരായിരുന്നു ഈ സുവിശേഷങ്ങൾ എഴുതിയത് എന്ന്. എന്നാൽ മർക്കോസിനെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകം പഠിക്കുമ്പോൾ മർക്കോസ് യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ അല്ലായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകാല ഓർത്തിരിക്കുകയാണ്. എന്നാൽ മത്തായിയുടെ ഈ മർക്കോസിൻ്റെ അമ്മയെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ ഈ സുവിശേഷങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. യേശു യെരുശലേമിൽ താമസിച്ചിരുന്നായ ആ സമയങ്ങളിൽ ഈ മർക്കോസിൻ്റെ അമ്മയ്ക്ക് അവിടെ ഒരു മാളിക മുറി ഉണ്ടായിരുന്നു, നല്ല വിശാലമായ ഒരു സ്ഥലം ഉണ്ടായിരുന്നുവെന്നും യേശു അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്നു എന്നും അതുപോലെ തന്നെ പത്രോസ് പല സമയങ്ങളിൽ അവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നതായിട്ടുള്ളതായ രേഖകളൊക്കെ ബൈബിളിലുണ്ട്. പ്രത്യേകാൽ പത്രോസ് ആ കാരാഗ്രഹത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് വിടുവിക്കപ്പെട്ടപ്പോൾ ഈ മർക്കോസിൻ്റെ മാളിക മുറിയിലേക്കാണ് കടന്നു പോയത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസും യെരുശലേമിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഭവനത്തിൽ ഒരു പ്രത്യേക ഭവനമായിട്ട് കൂടി ദൈവമക്കളുമായിട്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായ സംഭവങ്ങൾ നമ്മൾക്ക് പലയിടത്തും കാണുവാനായിട്ട് സാധിക്കും. യേശുവും ശിഷ്യന്മാരും പ്രാർത്ഥിക്കുവാനായിട്ട് കൂടുന്ന ഒരു സ്ഥലമായിട്ട് ഈ മർക്കോസിൻ്റെ വീടിനെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ പത്രോസിനോട് വളരെ അടുപ്പമുണ്ടായിരുന്നതായ ഒരു ബാല്യക്കാരൻ, ഒരു ചെറുപ്പക്കാരനായിരുന്നു ഈ മർക്കോസ് എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ ആ പത്രോസിൽ നിന്നും വളരെ കാര്യങ്ങളും അനുഭവങ്ങളും യേശുവിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വളരെ ശേഖരിച്ച് അല്പം നല്ല വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ഒരു എഴുത്തുകാരനായി തീർന്ന അദ്ദേഹം എഴുതി വെച്ചതാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പൗലോസിൻ്റെ മിഷൻ യാത്രയോടനുബന്ധിച്ച് യെരുശലേമിലേക്ക് താൻ കടന്നു വരുമ്പോൾ ഈ മർക്കോസിൻ്റെ ഭവനത്തിൽ കൂടുക പതിവായിരുന്നു. അവിടെ വെച്ചുള്ളതായ സംഭാഷണങ്ങളിലൊക്കെ ഈ പൗലോസിന് മിഷൻ യാത്രകളിലുള്ളതായ ആഗ്രഹം, താല്പര്യം, അവിടെയുള്ള പ്രവർത്തനങ്ങൾ, അത്ഭുത പ്രവർത്തനങ്ങൾ ഒക്കെ കേട്ടപ്പോൾ തനിക്കും കൂടെ അതിൽ ഭാഗവാക്കാകണം എന്നുള്ളതായ ആഗ്രഹം മിഷനോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുകയും അങ്ങനെ പൗലോസും ബർന്നബാസും ചേർന്ന് ആദ്യം ഒരു മിഷൻ യാത്രയ്ക്കായിട്ട് പോകുന്നു. എന്നാൽ നല്ല സൗകര്യത്തിൽ ജീവിച്ചിരുന്നതായ ഈ മർക്കോസിന് ഈ ആദ്യത്തെ മിഷൻ യാത്രയിൽ
എന്തുകൊണ്ടോ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് പറ്റിയില്ല, ഇടയ്ക്ക് പിരിഞ്ഞു പോന്നതായിട്ട് നമ്മൾക്ക് കാണുന്നു. എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പൗലോസും ഒക്കെ അല്പം വാഗ്വാദം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഒടുവിലായിട്ട് പറയുമ്പോൾ ഈ പൗലോസ് തന്നെ പറയുന്നുണ്ട്, അവൻ അങ്ങനെ ഇടയ്ക്ക് വെച്ച് മാറിപ്പോയെങ്കിലും അവൻ വളരെ പ്രയോജനമുള്ളവനാണ്, അവനെ കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറയുന്നതായ ഒരു നല്ല വാക്കാണ് ഈ പൗലോസിൽ നിന്നും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും ഈ ജോൺ മാർക്ക് എന്ന് പറയുന്നതായ മർക്കോസാണ് ഈ സുവിശേഷങ്ങളിൽ ആദ്യം എഴുതിയതായ ആൾ. AD 50-നും 60-നും ഇടയ്ക്ക്, അതല്ലെങ്കിൽ അതിനോട് ചേർന്ന് ഉള്ളതായ സമയങ്ങളിൽ ആദ്യമായിട്ട് എഴുതിയതായ സുവിശേഷമാണ് ഇത്. 16 അധ്യായങ്ങൾ ഉണ്ട്. അപ്പോൾ ചുരുക്കമായിട്ട് ഉള്ളതായ വിഷയങ്ങൾ ഒക്കെയാണ് താൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ആർക്കു വേണ്ടി എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോമൻസിന് വേണ്ടി എഴുതുകയാണ്, ജെൻറ്റൈൽസിന് വേണ്ടിയാണ് ഈ മർക്കോസ് സുവിശേഷം എഴുതിയത്. യേശുവിനെ ലോകരക്ഷിതാവായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന് എടുത്തു കാണിക്കുന്ന, വരച്ചു കാണിക്കുന്ന തെളിവായ ഒരു സുവിശേഷമാണ്. അതായിരിക്കണം എന്നുള്ളതായ ഉദ്ദേശത്തോടു കൂടി താൻ എഴുതിയതായ സുവിശേഷമാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. 16 അധ്യായങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇതിനകത്ത് പലപ്പോഴും തൻ്റെ വാചകങ്ങളൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ അധ്യായങ്ങളിൽ പല പ്രാവശ്യം ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് എന്നുള്ളതായ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അത്ഭുതകരമായിട്ട് വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത് എന്ന് ഈ പുസ്തകത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും വീണ്ടും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് മറ്റൊരു കാര്യം നമ്മൾക്ക് നോട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്, മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ച് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മത്തായി യഹൂദന്മാർക്ക് വേണ്ടി ഈ പുസ്തകം എഴുതി. അപ്പോൾ യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയപ്പോൾ ദാവീദിൻ്റെ സന്തതിയായിട്ട് അവൻ ജനിച്ചു, അവൻ മരിച്ചു, യഹൂദന്മാരുടെ രാജാവായിട്ട് പിറന്നവനാണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് മത്തായി ഈ പുസ്തകം എഴുതിയത് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ജാതികൾക്ക് വേണ്ടി എഴുതിയപ്പോൾ ആ യഹൂദന്മാർക്ക് വേണ്ടി എഴുതിയതായ ആ ഭാഷ, അല്ലെങ്കിൽ അബ്രഹാമിൽ നിന്നും ജീനിയോളജി എഴുതേണ്ടതായ കാര്യം അവന് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗം സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഈ സുവിശേഷത്തെക്കുറിച്ച് അവൻ ഈ പുസ്തകം ആരംഭിക്കുന്നതായിട്ടാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യേശു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വന്നു, അല്ലാതെ ശുശ്രൂഷ ഏൽക്കുവാൻ വേണ്ടി വന്നില്ല എന്നുള്ളതായ ആ ഒരു വിഷയം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ മർക്കോസ് ഈ പുസ്തകം ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ദൈവദാസന്മാരൊക്കെ മറ്റുള്ളവരാൽ ശുശ്രൂഷിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം എന്നുള്ളതായ ആഗ്രഹത്തോടുകൂടെ അങ്ങനെ ആ ചിന്താഗതിയിലാണ് എങ്കിൽ, നമ്മളുടെ ഗുരുനാഥനായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ഞാൻ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി വന്നതാണ്, മറ്റുള്ളവരുടെ ശുശ്രൂഷ അനുഭവിക്കുവാൻ വേണ്ടി വന്ന ആ ഒരു ഉദ്ദേശം അല്ല എന്ന് തെളിയിച്ചു കൊണ്ടാണ് ശിഷ്യന്മാരുടെ കാലുകളെ പോലും ഒരു ടവല് കൊണ്ട് കഴുകിക്കൊണ്ട് ആ ഒരു ദാസൻ്റെ രൂപം എടുത്ത് ആ രീതിയിൽ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായ യേശുവിനെയാണ് ഈ മർക്കോസ് ഇവിടെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാണിക്കുന്നത്. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് അപ്പോസ്തലനായ പൗലോസും പ്രത്യേകമായി ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് പിടിക്കാതെ ദാസരൂപം എടുത്തു എന്ന് ഉള്ളതായ
ആ തത്വം അല്ലെങ്കിൽ ആ പഠിപ്പിക്കൽ അല്ലെങ്കിൽ യേശുവിൻ്റെ ആ ജീവിത രീതി ഒന്നുകൂടെ ഉറപ്പിച്ച് എഴുതിയിരിക്കുന്നതായിട്ടാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയും ഈ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ ഒന്ന് പെട്ടെന്ന് ഒരു 2-3 ഭാഗങ്ങളിലായിട്ട് തിരിച്ചാൽ, ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ളതായ ചാപ്റ്റേഴ്സിൽ നമ്മൾക്ക് കാണുന്നത് യേശു ഗലീലയിൽ ശുശ്രൂഷിച്ചു. താൻ വളർന്നു വന്നതായ ആ പട്ടണത്തിൽ, ആ ഏരിയയിൽ ശുശ്രൂഷിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് 8 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുന്നത് യേശു യെരുശലേമിലേക്ക് കടന്നു പോകുന്നു. അവിടെയുള്ളതായ ശുശ്രൂഷയും ക്രൂശീകരണവുമാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. എന്നാൽ 16-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കാണുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെയും സ്വർഗ ആരോഹണത്തെയും ആണ് ഈ മർക്കോസ് വരച്ച് കാട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. മത്തായിയുടെ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ യേശുവിൻ്റെ ഉയർപ്പ് വരെ, മരിച്ച് ഉയർത്തെഴുന്നേറ്റനായ ഒരു യേശുവിനെ നമ്മൾക്ക് കാണുന്നു. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ ആ ഉയർത്തെഴുന്നേറ്റവനായ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായ ആ കാഴ്ചയും അതിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. തൻ്റെ സ്വർഗ ആരോഹണവും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ അവൻ എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുന്നത്? ഈ സ്വർഗാരോഹണവും കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വരവിനെ കുറിച്ച് വരെ ആ ലൂക്കോസ് എഴുതിയിരിക്കുന്നതായിട്ട് കാണും. ഒരു പടി കൂടെ മുന്നോട്ട് മാറ്റി. എന്നാൽ ഈ 3-ാമത്തെ ഈ സിനോപ്റ്റിക് ഗോസ്പൽസ് കഴിഞ്ഞിട്ട് യോഹന്നാൻ്റെ പുസ്തകം സുവിശേഷം എഴുതുമ്പോൾ ആ ദൈവപുത്രനായ യേശു ഈ ലോകത്തിലേക്ക് വചനം ജഡമായി തീർന്ന് കടന്നു വന്നവനായ യേശുവിൻ്റെ 2-ാമത്തെ വരവിനെക്കുറിച്ച് അഡീഷണലായിട്ടും പറഞ്ഞിരിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങളിൽ കൂടെ 16 അധ്യായങ്ങൾ ഓടിച്ചു പോകുമ്പോൾ ചില പ്രത്യേകമായ സംഭവങ്ങൾ ഒന്ന് ഓർപ്പിച്ച് ഉണർത്തി പോകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ അവൻ ആരംഭിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആരംഭിക്കുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ വംശാവലിയെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നു. 9 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശു സ്നാനമേൽക്കുന്നതായ ഒരു പിക്ചറാണ് അവിടെ നമ്മൾക്ക് കാണുന്നത്. അവിടെയൊക്കെ വായിച്ച് നമ്മൾ നോക്കിയാൽ 9 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ആ കാലത്ത് യേശു ഗലീലയിലെ നസറേത്തിൽ വന്നു. യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമുണ്ടായി. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ഓരോ വാക്യങ്ങളും ഓരോ വാക്കുകളും നമ്മൾ അപഗ്രഥിച്ച് പഠിച്ചാൽ, അതിൻ്റെ എക്സജീസിസ് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓരോ പ്രസംഗങ്ങൾ നമ്മൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നതായ യേശു വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പറയുമ്പോൾ അതിലേക്ക് ഇറങ്ങിയവൻ കയറി വന്നു. യേശു സ്വർഗത്തിൽ നിന്ന് വന്നവൻ മാതൃകയായിട്ട് സ്നാനം ഏൽക്കുന്നതായ ഒരു പ്രക്രിയയാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ഒരു ശബ്ദം കേൾക്കുന്നു, പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ദൈവപ്രസാദം, ഇത് ദൈവപ്രസാദമുള്ളതായോ കാര്യമാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഇതാ
യേശുവിൻ്റെ ശുശ്രൂഷയ്ക്കായി അവനെ ഒരുക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. ഇന്ന് പലപ്പോഴും പലർക്കും ഈ വിഷയം കേൾക്കുന്നത് ഇഷ്ടമല്ല. പലരും പറയുന്നു ഈ വിഷയത്തെക്കുറിച്ച് പറയേണ്ട എന്നാണ് പറയുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. എന്നാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലും എല്ലാ സുവിശേഷങ്ങളും ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനമാകയാൽ അതിലെ ഒരു വാക്കുപോലും നമ്മൾക്ക് മാറ്റുവാനോ അല്ലെങ്കിൽ തിരുത്തി പറയുവാനോ അവകാശമില്ല എന്നാണ്. ഇത് ദൈവപ്രസാദമുള്ള കാര്യമാണ്. അതിനുശേഷമായിട്ടാണ് തൻ്റെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ സ്വർഗം തുറക്കുന്നതായ ഒരു അന്തരീക്ഷമാണ് ആ ശുശ്രൂഷയിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരു പബ്ലിക് ടെസ്റ്റിമണിയാണ്. നമ്മളെക്കുറിച്ചും ദൈവം ആ രീതിയിൽ തന്നെ പറയണം. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതായ മകനാണ്, മകളാണ് ഇത് എന്ന്. തുടർന്ന് യേശു 40 ദിവസത്തെ ഉപവാസമെടുത്ത് സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് മരുഭൂമിയിലേക്ക് കടന്നു പോകുന്നു. 1:14 വാക്യത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഗലീലയിൽ ചെന്ന് ദൈവരാജ്യം പ്രസംഗിച്ചു. അപ്പോൾ താൻ ഉപവാസം കഴിഞ്ഞതിന് ശേഷമായിട്ട് 40 ദിവസം പരീക്ഷയിൽ സാത്താനെ ജയിച്ചതിന് ശേഷമായിട്ട് തൻ്റെ സ്വന്തം ദേശമായ ഗലീലയിലേക്ക് കടന്നുപോയി ദൈവരാജ്യം പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. 1:14 നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുന്നതാണ് എന്താണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ഒരു ചർച്ചിൽ ജനിച്ച് ഒരു ക്രിസ്തീയ കുടുംബമെന്ന് പറയുന്ന മാതാപിതാക്കളുടെ കുടുംബത്തിൽ ജനിക്കുന്നതല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ദൈവം മകനാകുന്നത്. ഈ ഭാഗത്ത് തന്നെ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓരോ വാക്കുകളും പരിശുദ്ധാത്മാവ് നമ്മൾക്ക് മനസ്സിലാക്കി തരുമ്പോൾ അതിന് കീഴ്പ്പെട്ട് നമ്മൾ കർത്താവെ അതനുസരിച്ച് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി വേണം നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും അത് അനുസരിക്കുവാനും. 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഒന്നാമതായിട്ട് മാനസാന്തരപ്പെടണം. നമ്മളുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകണം. അത് എല്ലാവർക്കും ആവശ്യമാണ്. എവിടെ ജനിച്ചാലും, ജാതികളിൽ ജനിച്ചാലും, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാലും, മറ്റ് മതങ്ങളിൽ ജനിച്ചാലും മാനസാന്തരപ്പെട്ടല്ലാതെ ദൈവരാജ്യത്തിൽ കടക്കുവാനായിട്ട് ആർക്കും കഴിയില്ല. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ നമ്മളെല്ലാവരും പാപികളായിരുന്നു. നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മളെ തന്നെ വിടുവിപ്പാനായിട്ട് കഴിയുകയില്ല. അതിനുവേണ്ടി നമ്മൾക്ക് പകരം നമ്മളുടെ പാപങ്ങളെ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ദൈവപുത്രനായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ഈ രക്ഷ നമ്മൾക്ക് വേണ്ടി തികച്ചിരിക്കുമ്പോൾ നമ്മളത് വിശ്വാസത്താൽ അക്സെപ്റ്റ് ചെയ്ത് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ലജ്ജിക്കാത്ത സാക്ഷികളായി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ദൈവരാജ്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. 1-ാം അധ്യായം 16-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ തുടർന്ന് യേശു തൻ്റെ ശിഷ്യന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നതായ കാര്യമാണ് നമ്മൾക്ക് കാണുന്നത്. ഇവിടെ ശീമോനും തൻ്റെ സഹോദരൻ അന്ത്രയോസും അവർ വല വീശുന്ന നല്ല ജോലിക്കാരായിരുന്നു, ഹാർഡ് വർക്കേഴ്സായിരുന്നു. അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ്. മടിയന്മാരെ ദൈവരാജ്യത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ട് വർക്ക് ചെയ്യുവാനായിട്ട് സാധ്യമല്ല. ദൈവവചനം പഠിക്കുന്നവരായിരിക്കണം, അതനുസരിക്കുന്നവരായിരിക്കണം, അതിനെക്കുറിച്ച് ലജ്ജിക്കാത്തവരായിരിക്കണം, അതിനുവേണ്ടി മുൻപോട്ട് ഇറങ്ങുന്നവരായിരിക്കണം, മറ്റുള്ളവരോട് പറയുന്നവരായിരിക്കണം, പേടിയില്ലാത്തവരായിരിക്കണം, മരണം പോലും സ്വീകരിപ്പാൻ ധൈര്യമുള്ള ശിഷ്യന്മാരെയാണ് യേശു തിരഞ്ഞെടുത്തത്. വാസ്തവത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ സുവിശേഷം മൂലം കൊല്ലപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തോമസ് അപ്പോസ്തലൻ്റെ ചരിത്രം പറയുന്നത് ഇന്ത്യയിലേക്ക് അവൻ സുവിശേഷവുമായി കടന്നു വന്നു. സുവിശേഷത്തിന് വേണ്ടി അവൻ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം പറയപ്പെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്.
ഇവിടെ 1:19 വാക്യം നമ്മൾ വായിക്കുമ്പോൾ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും വല നന്നാക്കുന്നവരായിരുന്നു. അപ്പോൾ വേറൊരു ശുശ്രൂഷയുടെ ഭാഗത്താണ് അവർ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാക്കോബും തൻ്റെ സഹോദരൻ യോഹന്നാനും മീൻ പിടിക്കുന്ന കൂട്ടത്തിലല്ല ഇവിടെ കാണുന്നത്. കുടിച്ച് കഴിഞ്ഞതിന് ശേഷമായിട്ട് അവിടെ ഇവിടങ്ങളിലായിട്ട് കീറിയതായ വലകൾ നന്നാക്കുന്നവരായിരുന്നു. അവരെ യേശു വിളിച്ചു. അപ്പോൾ ശുശ്രൂഷയിൽ പല തരത്തിലുള്ളതായ ശുശ്രൂഷകളുണ്ട്. മീനെ പിടിക്കുന്നതായ ശുശ്രൂഷ, മീൻ പിടിക്കുന്നതായ ആൾക്കാരുണ്ട്. വല കീറുമ്പോൾ ആ വല നന്നാക്കുന്നതായ സഭയിലുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ വളരെ ക്ഷമയോടെ സ്നേഹത്തോടെ കൈകാര്യം ചെയ്യുന്നതായ ശിഷ്യന്മാരെയും ദൈവത്തിന് ആവശ്യമാണ്. അതാണ് ഇവിടെ നമ്മൾക്ക് ഈ തിരഞ്ഞെടുപ്പിൽ നിന്നും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി എന്തിനു വേണ്ടിയാണ് യേശു ഈ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് എന്ന് നോക്കിയാൽ 3:14 വാക്യത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയേക്കുന്നത് തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അധികാരം ഉണ്ടാകേണ്ടതിനും പന്തിരുവരെ നിയമിച്ചു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. തന്നോടുകൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം പഠിച്ച് അത് പ്രസംഗിക്കണം, ഈ ഭൂതങ്ങളെയൊക്കെ പുറത്താക്കണം, അങ്ങനെ അധികാരമുള്ളവരായിട്ട് അവരെ ഈ ലോകത്തിൽ പറഞ്ഞയക്കണം. അങ്ങനെ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ഈ ശിഷ്യന്മാരെല്ലാം ആ അധികാരം വിശ്വാസത്താൽ ഏറ്റെടുത്തുകൊണ്ടാണ് മുൻപോട്ട് പോയത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്, സ്തോത്രം. 1:35 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അതികാലത്ത് ഇരുട്ടോടെ അവന് എഴുന്നേറ്റ് പുറപ്പെട്ട നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. യേശുവിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ് എന്താണ്? മനുഷ്യനായി ഇവിടേക്ക് വന്നതായി യേശു അതികാലത്തെ എഴുന്നേറ്റു. യാതൊരു മടിയുമില്ലാത്തവനായിരുന്നു. അതികാലത്ത് ആദ്യം ചെന്ന് നിർജ്ജന സ്ഥലത്ത് മറ്റൊരു ഡിസ്റ്റർബൻസും കൂടാതെ പിതാവിനോട് ഈ ആലോചനകൾ കൈകാര്യം ചെയ്ത് പിതാവിനോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അത് നമ്മളുടെയും ജീവിതത്തിൽ എപ്പോഴും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കണം, ഒരുങ്ങിയിരിക്കണം എന്നുള്ളതായ, ഉണർന്നിരിക്കണം എന്നുള്ളതായ കാര്യങ്ങൾ ഒക്കെ. 1:40 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു കുഷ്ഠരോഗിയെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവനെ തൊട്ട് സൗഖ്യമാക്കുന്നതായ കാര്യം, അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയുവാനായിട്ട് സാധിക്കും. അവന് ആരോഗ്യം കിട്ടി, അവൻ്റെ സോഷ്യൽ സ്റ്റാറ്റസ് മാറ്റി എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയും ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. സോഷ്യൽ സ്റ്റാറ്റസ് നമ്മളുടേത് മാറ്റി ദൈവം മക്കളോടുകൂടെ ആയിരിക്കാൻ കർത്താവ് നമ്മൾക്ക് അവകാശം തന്നു. വിശുദ്ധന്മാരോടുകൂടെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മൾക്ക് അവകാശം തന്നു എന്നുള്ളതാണ് നമ്മൾ വളരെ വില ഉള്ളതായിട്ട് മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ഇനിയും ചാപ്റ്റർ 4 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഒരു വിതയ്ക്കുന്നവൻ്റെ ഉപമ യേശു പറയുന്നതായിട്ട് കാണുന്നു. അത് വചനം കേൾക്കുന്നവനാണ്. വചനം നമ്മൾ കേൾക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ പല രീതിയിൽ അത് പ്രവർത്തിക്കുന്നു. അതിനെക്കുറിച്ച് യേശു എടുത്തു പറഞ്ഞിരിക്കുന്നത് 4:15 പറയുന്നത്, ഒരുത്തൻ വചനം കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നു, എന്നാൽ കുറച്ച് കഴിയുമ്പോൾ സാത്താൻ വന്നത് എടുത്തുകൊണ്ട് പോകുന്നു. നമ്മൾക്ക് സാത്താന് അവസരം കൊടുക്കരുത്. അത് നഷ്ടപ്പെട്ടു പോകാതെ കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കേട്ട ഹൃദയത്തിൽ സംഗ്രഹിച്ച് പാപം കൂടാതെ ജീവിപ്പാൻ ഹൃദയത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ട് കർത്താവിനോട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമ്മൾ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തേണം, അല്ലെങ്കിൽ സാത്താൻ അത് എടുത്തുകൊണ്ട് പോകുമെന്നുള്ളതാണ്. അടുത്തത് പാറസ്ഥലത്ത് വീണതായ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അത് കേൾക്കും, എന്നാൽ അതിന് വേണ്ടതായ സ്ഥാനം ഉള്ളിൽ കൊടുക്കാതെ ഹൃദയത്തിൽ പാറ പോലെയുള്ളതായ ഹൃദയമായി ആകയാൽ എന്താണ്, അത് വേരിറങ്ങുവാനായിട്ട് കഴിവില്ലാത്തതിനാൽ അത് വേഗം ഉണങ്ങിപ്പോകുന്നു, അത് ഫലമില്ലാതെ പോകുന്നു. അങ്ങനെയാണ് നമ്മുടെ ഹൃദയം നല്ല മണ്ണ് പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് സോഫ്റ്റാക്കിയ ഹൃദയമാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം അവിടെ പ്രവർത്തിക്കും.
ശക്തിമത്തായിരിക്കും എന്നാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 17-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, വചന നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടാകുമ്പോൾ അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോകുന്നു. മുള്ളിനിടയിൽ വീഴുന്നതായ ആ വചനം പോലെ മുള്ള ഞെരുക്കിക്കളയുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ഞെരുക്കത്തിൻ്റെ ഇടയിൽ ആ വിത്ത് ഉണങ്ങിപ്പോകുന്നു, വളരുവാൻ കഴിവില്ലാതെ പോകുന്നു എന്നാണ് നമ്മൾക്ക് കാണുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് യോബിൻ്റെ ജീവിതമെന്ന് പറയുന്നത്. അവൻ്റെ ഹൃദയത്തിൽ വചനമുണ്ടായിരുന്നു, എന്നാൽ അത് വേരുള്ളതായിരുന്നു. അവൻ്റെ ജീവിതത്തിലുള്ളതായ പ്രതികൂല കാറ്റുകൾ വന്ന് എല്ലാം നഷ്ടപ്പെട്ടിട്ടും മുള്ളുപോലെ അവനെ ഞെരുക്കിയിട്ടും ആ വചനത്തിൽ അവൻ നിലനിന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത, നമ്മൾ ലെസൺ ആയിട്ട് പഠിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ നമ്മൾക്ക് കാണുന്നത് നല്ല മണ്ണിൽ വീണത് 30, 60, 100 മേനിയായി വിളഞ്ഞു വന്നു എന്നുള്ളതാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 4:26 പറയുമ്പോൾ ദൈവരാജ്യം വിത്ത് മണ്ണിൽ എറിയുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനമാകുന്ന ആ വിത്ത് നമ്മൾ പോകുന്നിടത്തൊക്കെ ഇങ്ങനെ വിതറിക്കൊണ്ട് ഇരിക്കണം എന്നുള്ളതാണ്. അത് ഉടനെ ഫലം കായ്ച്ചില്ല എങ്കിൽ തന്നെയും അതിൻ്റെ സമയത്ത് അത് മുളയ്ക്കും, അത് വളരും, അത് ഫലം കായ്ക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഒരു മനുഷ്യനോട് നമ്മൾ സുവിശേഷം പറഞ്ഞാൽ ആ സമയം ഉടൻ തന്നെ അവൻ സ്വീകരിച്ചില്ല എങ്കിൽ തന്നെയും ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾ കൂടെ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ വചനത്തെക്കുറിച്ച് ഓർപ്പിച്ച് അതിൻ്റെ മുമ്പിൽ അവൻ സമർപ്പിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരുന്നതായ അനുഭവങ്ങൾ ഉണ്ടാകും എന്ന് ഉള്ളത് ഒരു സത്യം തന്നെയാണ്. ഏറിയ കാലം കഴിഞ്ഞിട്ട് അത് മുളയ്ക്കും, വളരും, ഫലം കായ്ക്കുമെന്നുള്ളതാണ്. 4:30 നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ദൈവരാജ്യം ഒരു ചെറിയ വിത്ത് പോലെയാണ്. കടുകുമണി പോലെ ഉള്ളതായ ഒരു വിത്താണ്. എങ്കിൽ തന്നെയും യേശു ഈ ലോകത്തിൽ വചനമായിട്ട് വന്നു. ആ വചനം വിതറി, ആ ചെറിയ വിത്ത് വളർന്നു. അത് യെരുശലേമിൽ നിന്നും അത് സ്റ്റാർട്ട് ചെയ്തു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് വളർന്ന് ഇന്ന് വലിയ വൃക്ഷമായി തീർന്നിരിക്കുകയാണ് എന്നാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു ഉപമയാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 4:41 നമ്മൾ നോക്കുമ്പോൾ യേശു ഈ ലോകത്തിലേക്ക് കടന്നു പോകുന്നത് ദൈവപുത്രനായിട്ടാണ്. അവന് സകലത്തിൻ്റെ മേലും അധികാരമുണ്ടായിരുന്നു എന്ന്, അവന് കാറ്റിൻ്റെ മേലും കടലിൻ്റെ മേലും അധികാരമുണ്ടായിരുന്നു എന്ന് വെള്ളത്തിൻ്റെ മേൽ നടന്ന ശിഷ്യന്മാരെ അവരുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുവാനായിട്ട് അവൻ അത് ചെയ്തത് കാണുവാനായിട്ട് സാധിക്കും. ഇനി 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഗദരദേശത്തേക്ക് ചെല്ലുമ്പോൾ ഭൂതങ്ങൾ ബാധിച്ചതായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുന്നു. അവൻ്റെ വാക്കിനാൽ ആ ഭൂതങ്ങൾ കീഴ്പ്പെട്ട് മാറിപ്പോകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ള ഇവൻ ആര് എന്ന് ജനങ്ങൾ ചോദിച്ചു, ശിഷ്യന്മാർ ചോദിച്ചു. ഭൂതങ്ങളുടെ മേലും പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുണ്ട്, കാറ്റിൻ്റെ മേലും കടലിൻ്റെ മേലും ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്. അതുപോലെ തന്നെ മരണത്തിൻ്റെ മേലും രോഗത്തിൻ്റെ മേലും ഒക്കെ അധികാരമുള്ളവനാണ് നമ്മളുടെ കർത്താവ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 5:25 വാക്യം മുതൽ നമ്മൾക്ക് കാണുന്ന 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളതായ ഒരു സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്ര കാലമായി നമ്മളുടെ രോഗമെന്നുള്ളതൊരു പ്രശ്നമല്ല, ഏത് രോഗം ആണ് എന്നുള്ളതൊരു പ്രശ്നമല്ല. അപ്പോൾ നമ്മളുടെ വിശ്വാസം എന്നുള്ളതാണ് ദൈവസന്നിധിയിൽ ഏറ്റവും മാന്യമായ കാര്യമെന്ന് പറയുന്നത്. കർത്താവിൽ അവൾ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ മേലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്നുള്ളതായ വിശ്വാസം, ആ വിശ്വാസമാണ് അവളുടെ വിശ്വാസം എന്ന് പറയുന്നത്. നിൻ്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കി ഇരിക്കുന്നു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ഇനിയും 5:35 നോക്കുമ്പോൾ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുന്നത് മരിച്ച ജായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നതായ കഥയാണ് നമ്മൾക്കിവിടെ കാണുന്നത്. അപ്പോൾ ജീവൻ്റെ മേൽ അധികാരമുള്ളവനാണ്
എന്ന് അവിടെ യേശു തെളിയിച്ചു. ജീവൻ്റെ മേൽ അധികാരമുള്ളവൻ. ഇവിടെ ഈ ലോകത്തിൽ ജീവിക്കുന്നതായ ഈ ഉയർപ്പിക്കപ്പെട്ടതായ ഐറോസിൻ്റെ മകളും അതുപോലെ തന്നെ ലാസർ ഉയർപ്പിക്കപ്പെട്ടു, അവരൊക്കെ വീണ്ടും മരിച്ചു എന്ന് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവിൻ്റെ വരവിങ്കൽ ഉയർപ്പിക്കപ്പെടുമ്പോൾ അത് നമ്മൾ നിത്യതയ്ക്ക് വേണ്ടിയുള്ളതായ ഒരു ഉയർപ്പായിരിക്കും. അത് ശരീരമായിരിക്കും അന്ന് നമ്മൾ ലഭിക്കുന്നത്. അതിനുശേഷമായിട്ട് പിന്നീട് മരണം ഇല്ല. ദൂതതുല്യമായ ശരീരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതായ കഥ. യേശുവിന് ചെയ്യാൻ പാടില്ലാത്തത് ഒന്നുമില്ല. രണ്ടാമത്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, അതുകൊണ്ട് കർത്താവിന് അത്ഭുതം ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ കേൾക്കുന്നതായ നിൻ്റെയും കയ്യിൽ, കർത്താവ് എൻ്റെ കയ്യിൽ ഇത്രമാത്രം പൈസയേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇത്രമാത്രം കഴിവേ ഉള്ളൂ, എനിക്ക് ഇത്രമാത്രം ടാലൻ്റേ ഉള്ളൂ, എന്തു ഞാൻ ചെയ്യാനാണ് എന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ നിൻ്റെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് പ്രവർത്തിപ്പാൻ ദൈവത്തിന് സാധിക്കും എന്ന് വിശ്വസിച്ചാൽ ഈ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതുപോലെ കർത്താവിന് അത്ഭുതം ചെയ്യുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ വന്നപ്പോൾ നിൻ്റെ വീട്ടിൽ എന്തുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അല്പം എണ്ണ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിൽ കൂടെ പ്രവർത്തിപ്പാൻ ദൈവത്തിന് സാധിച്ചതുപോലെ നിൻ്റെ കയ്യിൽ നിൻ്റെ വീട്ടിൽ ഉള്ളത് എന്താണോ അതിൽ കൂടെ നിനക്ക് വേണ്ടിയതിലും അധികമായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇന്നും ശക്തനാണ് എന്ന് ഉറപ്പിച്ച് ഞാൻ പറയുമ്പോൾ അതിൽ വിശ്വസിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 6-ാം അധ്യായത്തിൻ്റെ 48 നമ്മൾ കടന്നു വരുമ്പോൾ രാത്രി 4-ാം യാമത്തിൽ തണ്ടുവലിച്ച് ക്ഷീണിച്ച ശിഷ്യന്മാരെ കാണുന്നു. യേശു വെള്ളത്തിൻ്റെ മേൽ നടക്കുന്നു. അപ്പോൾ പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ളവനാണ്. വെള്ളത്തെ സൃഷ്ടിച്ചവൻ, അവൻ താണു പോകാതെ അവൻ അതിൻ്റെ മേൽ നടക്കുന്നതായ യേശുവാണ്. അപ്പോൾ വെള്ളത്തിൽ കൂടെ നടന്നാൽ അതിനെ മുക്കിക്കളയുകയില്ല എന്നുള്ളതായ വാക്യം, ആ ഒരു പ്രോമിസ് നമ്മൾക്കുണ്ട്. നമ്മൾ ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും നമ്മളുടെ കരം പിടിച്ച് നമ്മളെ നടത്തുന്നവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. 7-ന്റെ 24-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സെറോഫെനേക്യ സ്ത്രീയുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. ഭൂതബാധിതയായ ഒരു മകളെ എനിക്ക് സൗഖ്യമാക്കണമെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിർബന്ധിച്ച് പറയുന്നു. ആ സമയത്ത് വാസ്തവം പറഞ്ഞാൽ അവളൊരു ജാതീയ സ്ത്രീയാണ്. യേശുവിൻ്റെ ആ രക്ഷാ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടില്ല. അതിനു മുമ്പ് തന്നെയാണ് അവൾ വന്ന് യഹൂദനായിട്ട് ജനിച്ചതായ യേശുവിൻ്റെ അടുക്കിലേക്ക് അവൾ വരുന്നത്. എന്നാൽ അവൾക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, നീ ഒരിക്കൽ നുറുക്കപ്പെടും, നിൻ്റെ ശരീരം നുറുക്കപ്പെടും, അതിൽ ഒരു കഷണം എൻ്റെ ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ, അതിന് ഭാരവാക്കാക്കി കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം വരും, എൻ്റെ മകൾക്ക് സൗഖ്യം വരും, അതിപ്പോൾ തന്നെ എനിക്ക് തരണമേ എന്ന് കർത്താവിനോട് പറഞ്ഞ് ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നതായ ഒരു സ്ത്രീയെ കാണും. കർത്താവ് അവളുടെ ആ വിശ്വാസം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതാണ് വിശ്വാസം. നമ്മൾ യേശുവിൽ വിശ്വസിക്കാതെ മറ്റേതെങ്കിലും കാര്യത്തിൽ വിശ്വസിച്ചാൽ അത് നടക്കുമെന്ന് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല വിശ്വാസം എന്ന് പറയുന്നത്. യേശുവിൻ്റെ വചനത്തിൽ, യേശുവിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ, യേശുവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് കാൽ വയ്ക്കുന്നതാണ് നമ്മളുടെ ജീവിതത്തിലും വിശ്വാസമായിട്ട് പരിണമിക്കേണ്ടത് എന്ന് നമ്മൾ ഓർക്കണം. 8-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് ഒരു ദിവസം ചോദിക്കുകയാണ്, ജനങ്ങൾ എന്നെ ആര് എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യേശു ചോദിക്കുകയാണ്. അപ്പോൾ അവർ പല ഉത്തരവും പറഞ്ഞു. ചിലർ പറയുന്നു മോശയാണ്, ചിലർ പറയുന്നു ഏലിയാവ് വന്നതാണ്, പ്രവാചകന്മാരിൽ ആരെങ്കിലും വന്നതായിരിക്കും എന്ന് പറയുന്നു. എന്നാൽ യേശുവിനറിയിട്ട് നിങ്ങൾ എന്നെ ആരെന്ന് കാണുന്നു എന്ന് പറയുമ്പോൾ പത്രോസ് ചാടിക്കറി പറയുവാണ്, നീ ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ് എന്ന് ധൈര്യത്തോടെ പറയുന്നു. ഇത് ദൈവം തന്ന വെളിപ്പാടാണ്. നമ്മളുടെയും ജീവിതത്തിൽ ദൈവം തന്നതായ വെളിപ്പാട്. ഈ ദൈവപുത്രനായ യേശു ഈ ലോകത്തിലേക്ക് വന്നു എന്ന് നമ്മൾ അത് നമ്മൾ വിശ്വസിക്കുന്നതാണ്. ആ വിശ്വാസത്തിലാണ് ദൈവം
പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് ഈ ലോകത്തിലുള്ളതായ പലർക്കും നല്ല അഭിപ്രായങ്ങളുണ്ട്. അവനൊരു മഹാനായ മനുഷ്യനായിരുന്നു, അവൻ നല്ല ഒരു പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യർക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ഗുണങ്ങളെ പറഞ്ഞ് ഒരു നല്ല മനുഷ്യനായിട്ട് കണ്ടതുകൊണ്ട് കാര്യമില്ല. അത് ലോകപ്രകാരമുള്ള അറിവാണ്, അത് രക്ഷയിലേക്ക് നിർത്തുകയില്ല. എന്നാൽ ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് എൻ്റെ പാവങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചു, എന്നെ വിടുവിക്കുവാൻ വേണ്ടി അവൻ വന്നു. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ കൈയോട് ചേർന്ന് പിടിച്ചുകൊണ്ട് എൻ്റെ ജീവിതയാത്ര ഞാൻ കഴിക്കും, ദൈവരാജ്യത്തിൽ ഞാൻ മുൻപോട്ട് പോകും എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടാണ്, വെളിപ്പാടാണ് ഈ പത്രോസിനെ പോലെ നമ്മൾക്കും വേണ്ടത് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ഇനിയും 8-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ യേശു പറയുന്നതായ ഒരു വാക്യം നമ്മൾക്ക് എല്ലാവർക്കും വളരെ ഫേമസ് ആണ്. അത് ഇങ്ങനെയാണ് വായിക്കുന്നത്: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ജീവനെ കളയുകയും ചെയ്താൽ അവന് എന്തു പ്രയോജനം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു മനുഷ്യൻ ഈ ലോകത്തിലെ സകലവും നേടിയാലും ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നിന്റെ പണം നിന്റെ മരണത്തോടുകൂടെ നശിച്ചു പോകും, നിന്നോട് കൂടെ വരികയില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പണം കൂടിയിട്ടുള്ളവർ പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോയവരുണ്ട്. സമാധാനമില്ലാതെ പണത്തിന് രക്ഷിക്കാൻ കഴിയുകയില്ല. ഒരു മനുഷ്യൻ സകല ലോകവും നേടിയിട്ടും യാതൊരു കാര്യമില്ല. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തൻ്റെ ജീവനെ നിത്യതയിൽ ആക്കുക എന്നുള്ളതാണ്. Primary and most important thing in our life. If you are saved, you are a lucky person, you are a blessed person. If you are not saved, that must be the number one priority in your life എന്നുള്ളതാണ് കർത്താവ് തൻ്റെ വചനത്തിൽ കൂടെ ദൈവപുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ച് നമ്മോട്, എന്നോടും നിന്നോടും പറയുന്നത്. ഇതുവരെയും നിനക്ക് ആ അഷുറൻസ് ഇല്ല എങ്കിൽ today you must get that assurance. I am saved on such and such a day. ഏതൊരു ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഞാനൊരു ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു പറയുന്ന ഒരു വ്യക്തിയായിരിക്കണം ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും. അല്ല എങ്കിൽ ഇന്ന് അതിന് ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇനിയും ചാപ്റ്റർ 9 നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മറുരൂപമലയിലേക്ക് ചെല്ലുന്നതായ യേശുവാണ്. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുവാനായിട്ട് അവിടെ മോശയും ഏലിയാവുമൊക്കെ കടന്നു വരുന്നു. ശിഷ്യന്മാർ അവരോട് 3 പേർ അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുന്നു. അപ്പോൾ അവിടെയും പറയുന്നത് ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതായ ദൈവശബ്ദം കേട്ട് അങ്ങനെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ് അവരെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ വളരെ ദൈവദൂത തുല്യരായി അവരെ തീർന്നു എന്നുള്ളതായ ആ ചരിത്രവും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ഇനിയും 9:13 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഏലിയ വരും എന്നുള്ളതായ ഒരു പ്രവചനമുണ്ട്. അപ്പോൾ അവിടെയുള്ളതായ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നാണ് ഏലിയാവ് വരുന്നത്, അതിനുശേഷമായിരിക്കുമല്ലോ ഈ നമ്മുടെ മശിഹ വരുന്നത്. അപ്പോൾ ഇവൻ മശിഹ അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഈ ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഒക്കെ. അപ്പോൾ ഏലിയാവ് വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന യഹൂദന്മാരെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ അവിടെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ യോഹന്നാൻ വന്നു കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ഇവർക്ക് ഈ കാര്യം മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവർക്ക് യേശുവിനെ മശിഹയായിട്ട് മനസ്സിലാക്കുവാൻ കഴിയാഞ്ഞതിനാലാണ് യേശുവിനെ കൊല്ലുവാനായിട്ട് അവർ തീരുമാനിച്ചത് എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ പറയുന്ന ഒരു വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏലിയാവിൻ്റെ ആത്മാവോട് യോഹന്നാൻ അവരുടെ മധ്യത്തിൽ വന്നു, യഹൂദന്മാരുടെ മധ്യത്തിൽ. തിരിച്ചറിയാതെ അവർ അവനോട് തോന്നിയതുപോലെ എല്ലാം ചെയ്തു. അപ്പോൾ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ഈ യോഹന്നാൻ സ്നാപകൻ വന്നു,
പാപത്തെക്കുറിച്ചൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവൻ ദൈവം അവനെ അയച്ചതാണ് എന്ന് മനസ്സിലാക്കാതെ അവനോട് തോന്നിയതുപോലെ എല്ലാം ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഹെരോദ രാജാവായിട്ട് വാഴുകയാണ്, യഹൂദന്മാരുടെ രാജാവാണ്. അവൻ്റെ പാപത്തെക്കുറിച്ച് പറഞ്ഞത് മൂലം അവൻ്റെ തല ഛേദിച്ച് കളഞ്ഞ് അവർക്ക് തോന്നിയതുപോലെ, യഹൂദന്മാർക്ക് തോന്നിയതുപോലെ എല്ലാം ഈ യോഹന്നാനോട് ചെയ്തു. അതുപോലെ തന്നെയാണ് അവർ ഈ വന്നതായ യേശുവിനെയും മശിഹയായിട്ട് അവർ തിരിച്ചറിയാതെ യേശുവിനോട് തോന്നിയതുപോലെ എല്ലാം ചെയ്തു എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവൻ്റെ രോമമെല്ലാം വലിച്ചു പറിച്ചു, തലയിൽ മുൾക്കിരീടം വെച്ചു, അതുപോലെ തന്നെ എന്തെല്ലാം വേദനകൾ സഹിക്കണമോ അതെല്ലാം വെച്ചിട്ട് അങ്ങനെ മാക്സിമം കഷ്ടപ്പാടുകൾ കൊടുത്താണ് യേശുവിനെ അവർ ക്രൂശിച്ച് കൊന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളുടെയും ജീവിതത്തിൽ ഒരിക്കലും ഈ കാര്യം തിരിച്ചറിഞ്ഞു അറിയാതെ പോകരുത്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവ് എനിക്കെല്ലാം മനസ്സിലാക്കുവാനുള്ളതായ കൃപ തരണമേ, എൻ്റെ ഹൃദയത്തെ തുറക്കണമേ, ഹൃദയ കണ്ണുകളെ തുറക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ദൈവസന്നിധിയിൽ ജീവിച്ചാൽ നമ്മൾക്ക് ദിവസങ്ങളെ പ്രസാദിപ്പിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. 9:25 വാക്യം നമ്മൾ നോക്കുമ്പോൾ, ഊമനും ചെകിടനുമായ ആത്മാവിനെ പുറത്താക്കി എന്ന് പറയുമ്പോൾ പിശാചിൻ്റെ മേൽ അധികാരമുള്ളവനാണ് ദൈവം. ഊമനും ചെകിടനുമായ ആത്മാവിനെ പുറത്താക്കി എന്ന് പറയുമ്പോൾ പിശാചിനെ പുറത്താക്കുവാൻ നമ്മൾക്ക് അധികാരമുണ്ട്. കർത്താവ് അതുതന്നെയാണ്. കർത്താവിൻ്റെ എനിമി എന്ന് പറയുന്നത് ഈ പിശാചാണ്. പിശാചിനെ എപ്പോഴും പുറത്താക്കുവാൻ വേണ്ടി ആണ് അതിനുള്ളതായ അധികാരം ആണ് ശിഷ്യന്മാർക്ക് കൊടുത്തത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയിൽ അല്ലാതെ ഈ ജാതി വിട്ടുമാറുകയില്ല. നമ്മൾ എല്ലാ മനുഷ്യരുടെയും ചുറ്റുപാടും ഈ പിശാച് തൻ്റെ മനുഷ്യരുടെ ആലോചനകളെ മാറ്റിക്കളയുവാനും ദൈവത്തിൽ നിന്നുള്ളതായ ഏകാഗ്രത വിട്ടുകളയുവാനും വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പ്രാർത്ഥനയിലല്ലാതെ ഈ ജാതി വിട്ടു വളരെയധികം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ആലോചന ഏറ്റെടുത്തുകൊണ്ട് ശക്തിയോടുകൂടെ ആത്മാബലത്തോടുകൂടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ശത്രുവാകുന്ന പിശാചിനെ ജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മൾക്ക് കാണുന്നത് 9:42 വാക്യമാണ്. എങ്കിൽ വിശ്വസിക്കുന്ന ചെറിയവർക്ക് ഇടർച്ച വരുത്തുന്നവനെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി കടലിൽ ഇട്ടുകളയുന്നത് നന്ന്. അതൊരു വല്ലാത്ത ഒരു വാക്യമാണ്, നമ്മളെയൊക്കെ പേടിപ്പിക്കുന്നതാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? എങ്കിൽ വിശ്വസിക്കുന്ന ചെറിയവർക്ക് ഇടർച്ച വരുത്തുക. ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസിച്ചുകൊണ്ട് കുഞ്ഞാടുകളെ പോലെ ജീവിക്കുന്ന ഇവർക്ക് ഇടർച്ച വരുത്തുന്നവർ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ദൈവസഭയിൽ ഇടർച്ച വരുത്തുന്നത് പിശാചാണ്. എന്നാൽ പിശാച് ഓരോരുത്തരുടെ രൂപങ്ങളിലാണ് വരുന്നത്, ഓരോരോ മനുഷ്യരൂപങ്ങളിലാണ് വരുന്നത്. അപ്പോൾ ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും കേടുവരുത്തി അവർക്ക് ഇടർച്ച വരുത്തി അവർക്ക് മുൻപോട്ട് പോകുവാൻ സമ്മതിക്കാതെ ഇരിക്കുന്ന ജനങ്ങൾ ആരായിരുന്നാൽ തന്നെയും അവർ പിശാചിൻ്റെ കൂട്ടത്തിലുള്ളവരാണ്. അങ്ങനെയുള്ളവനെ എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി കടലിലിട്ട് കളയുന്നത് നല്ലത്. ഒടുവിൽ ആ തീ പൊയ്കയിൽ തന്നെ അങ്ങനെ ഇടുന്നതാണ് അവരുടെ അന്ത്യം എന്ന് പറയുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ കൃപായുഗത്തിൽ ഏതൊരു പാപിക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ആ കർത്താവിൻ്റെ കരുണയോടുകൂടെ ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ആ സുവിശേഷം സത്യസുവിശേഷമാണ്, രക്ഷയുടെ സുവിശേഷമാണ് ഇന്ന് ലോകത്തിലെല്ലായിടവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യായവിധി ദിവസത്തിന് മുമ്പായി രക്ഷിക്കപ്പെട്ട ദൈവസഭയിലേക്ക് കടന്നു വരിക എന്നുള്ളതായ ആ വിളി എല്ലാവരോടും ദേശത്തെല്ലായിടത്തോടും എല്ലാ മീഡിയകളിൽ കൂടെയും പേഴ്സണൽ ഇവാഞ്ചലിസത്തിൽ കൂടെയും സഭകളിൽ കൂടെയും പാരിസ്ഥിതികങ്ങളിൽ കൂടെയും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ അവസ്ഥയിലേക്ക് കടന്നു നിന്നിട്ടില്ലാത്തവർക്ക് ഞാനത് കേട്ടിട്ടില്ല, എനിക്ക് അവസരം കിട്ടിയില്ല എന്ന് ആർക്കും പറയുവാൻ ഇടവരത്തില്ല. അതുപോലെ ദൈവത്തിൻ്റെ സുവിശേഷം എല്ലായിടത്തും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇനിയും 10:17 വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്
ഒരു യഹൂദൻ അവിടെ വരികയാണ്. അവിടെ അവനോട് പറയുകയാണ്, നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം, എന്നാൽ നീ സ്വർഗരാജ്യത്തിൽ നിക്ഷേപം ഉണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ അവൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ദുഃഖിച്ച് പൊയ്ക്കളഞ്ഞു എന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവന് ന്യായപ്രമാണമൊക്കെ അനുസരിക്കുന്നവനായിരുന്നു, മോശ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമൊക്കെ അനുസരിക്കുന്നുണ്ട്. എന്നാൽ ഒരു കുറവ് യേശു അവനോട് പറഞ്ഞു, നീ വളരെ നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം, എന്നിട്ട് എന്നെ അനുഗമിക്കണം, എങ്കിൽ മാത്രം നിനക്ക് അനുഗമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം എന്താണ്? നിൻ്റെ മനസ്സും നിൻ്റെ ഹൃദയവും ആ സമ്പത്തിലാണ് ഇരിക്കുന്നത്. ആ സമ്പത്ത് നിന്നെ കൺട്രോൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള മാമോൻ ആണ് നിന്നെ കൺട്രോൾ ചെയ്യുന്നത്. അതിനുപരിയായിട്ട് ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ തന്നെയും നമ്മളുടെ വേര് ഈ മണ്ണിൽ ഉറച്ചു പോകരുത് എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പണം നമ്മളുടെ ഉള്ളിൽ കയറിപ്പോകരുത്, നമ്മളുടെ മനസ്സിൽ കയറിപ്പോകരുത് എന്നുള്ളതാണ്. ഒരു മത്സ്യം വെള്ളത്തിൽ ജീവിക്കുമ്പോൾ, ഉപ്പ് വെള്ളത്തിൽ ജീവിക്കുമ്പോൾ, ആ ഉപ്പ് ആ മത്സ്യത്തിൻ്റെ അകത്തേക്ക് കയറാതെ എങ്ങനെ ജീവിക്കുന്നു, അതുപോലെ ഈ ലോകം നമ്മളുടെ ഹൃദയത്തിലേക്ക് കയറാതെ, ഈ ലോകക്കാരായിട്ട് നമ്മൾ ജീവിക്കാതെ നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആത്മീയരായി പരിശുദ്ധാത്മാവിൻ്റെ ബലത്തോടുകൂടെ നമ്മൾ മുൻപോട്ട് പോകണം എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. ഇങ്ങനെ ആ ചെറുപ്പക്കാരനോട് യേശു പറഞ്ഞപ്പോൾ അവൻ ദുഃഖിച്ചുകൊണ്ട് കടന്നുപോയി. കാരണം അവന് സമ്പത്ത് വിടുവാനായിട്ട് മനസ്സില്ലായിരുന്നു എന്നാണ്. ദുഃഖിച്ചു പോകുന്നതായ അനേകർ ഇന്നത്തെ കാലത്തുമുണ്ട്, അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ അതിനുവേണ്ടി ദുഃഖിച്ചു പോകരുത്, ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നവരായിരിക്കണം എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി 10-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവെ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്തോ കിട്ടും ഇങ്ങനെ വന്നു കഴിഞ്ഞാലെന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ഈ വലയുണ്ടായിരുന്നു, അത് വിട്ട് എല്ലാം വിട്ടേച്ച് നിൻ്റെ പ്രകാലെ വരികയാണ്. അപ്പോൾ അവിടെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവനാമത്തിൽ എന്തെങ്കിലും വിടുകയോ നഷ്ടപ്പെടുകയോ ചെലവിടുകയോ ചെയ്യുന്നവർക്ക് എന്താണ് പറയുന്നത്? എൻ്റെ നിമിത്തം, സുവിശേഷ നിമിത്തമോ അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോട് കൂടെ തന്നെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല. നിങ്ങൾക്ക് ഈ കേൾക്കുന്ന ഓരോരുത്തരും ചില വർഷങ്ങൾക്ക് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഏകദേശം 1950, 60, 70 എന്നീ വർഷങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വിശ്വാസ മാർഗത്തിലേക്ക് ഇറങ്ങിയത് മൂലം വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച നമ്മളുടെ പിതാക്കന്മാരുണ്ട്. കർത്താവിന് വേണ്ടി ജീവിച്ചവർ, കർത്താവിന് വേണ്ടി സ്നാനപ്പെട്ടവർ, കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ, കർത്താവിൻ്റെ നാമത്തിൽ പാട്ടുപാടി കൈകൊട്ടി ആത്മനിറവ് പ്രാപിച്ചവർ ഒക്കെ വളരെ കഷ്ടവും നിന്ദയും ഒക്കെ അനുഭവിച്ചവരാണ്. അവരൊക്കെയും അവരുടെ തലമുറകളൊക്കെയും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമ്മൾക്ക് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. എന്നിട്ട് മുൻപോട്ട് പോകാം. നമ്മൾക്ക് 10-ന്റെ 33-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അതിന് ശേഷമായിട്ട് തുടർന്നുള്ളതായ അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണുന്നത് യേശു ഗലീലയിലുള്ളതായ ശുശ്രൂഷ വിട്ടതിന് ശേഷമായിട്ട് ഇനിയും യെരുശലേം എന്ന് പറയുന്നതായ പട്ടണത്തിലേക്ക് പോവുകയാണ്. അവിടെയുള്ളതായ പോകുന്ന വഴിയിലുള്ളതായ ശുശ്രൂഷകൾ, അവിടെ ചെന്നുള്ളതായ ശുശ്രൂഷകൾ, അവിടെ കഷ്ടമേൽക്കുന്നതായ കാര്യങ്ങളൊക്കെ ശിഷ്യന്മാരെയൊക്കെ പഠിപ്പിക്കുന്നു. അവിടെ വെച്ച് മരിക്കുവാൻ വേണ്ടി പോകുന്നു. അങ്ങനെയുള്ള ഒരു യാത്രയാണ് ഇനിയുമുള്ളതായ അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ആ ഒരു പോക്കിൽ 10-ന്റെ 48-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, വഴിയരികിൽ ബർത്തിമായി എന്നുള്ളൊരു കുരുടൻ ഉറക്ക നിലവിളിച്ചു, നാസറേയനായ യേശുവേ, ദൈവപുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കണ്ണ് തുറന്നതായിട്ട് കാണുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഇവൻ കണ്ണുകളെ സൃഷ്ടിച്ചവനായ കർത്താവിന് നിന്റെ കണ്ണുകളെയും ശരീരത്തിലെ അവയവങ്ങളെയെല്ലാം റെസ്റ്റോർ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നാണ് ഇവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ് അവൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്? യേശു ഒരു നല്ല മനുഷ്യനായിരുന്നുള്ള വിശ്വാസമല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിശ്വാസമല്ല. അവൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്, അവൻ്റെ വിശ്വാസം അവൻ്റെ വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു. അവൻ മറ്റുള്ളവരൊന്നും വിശ്വസിക്കാത്തതുപോലെ അവൻ ഒരു കണ്ണ് പൊട്ടനായിരുന്നെങ്കിൽ തന്നെയും അവൻ വിളിച്ചു പറഞ്ഞു, നാസറേയനായ യേശുവേ എന്ന് പറയുമ്പോൾ തന്നെ
ദൈവപുത്ര എന്ന് പറയുമ്പോൾ നീ ദൈവപുത്രനായിട്ട് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാവീദ് പുത്ര എന്ന് പറയുമ്പോൾ ദാവീദിൻ്റെ സന്തതിയായിട്ട് മശിഹ വരുമെന്നുള്ളത് ഞാനത് വിശ്വസിക്കുന്നു. നീ വന്നിരിക്കുന്നു വിശ്വസിക്കുന്നു. നീ ശക്തിമാനാണെന്ന് വിശ്വസിക്കുന്നു. നീ എന്നെ സൗഖ്യമാക്കണമെന്നുള്ളതായ ആ വിശ്വാസമാണ് അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നൽകിയത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ യെരുശലേമിലെ രാജാവായിട്ട് ഹോശന്ന ജനങ്ങൾ പാടിക്കൊണ്ട് കഴുതപ്പുറത്ത് പോകുന്നതായ ചിത്രമാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവിടെ 12:24 പരീശന്മാരൊക്കെ വന്ന് ചോദിക്കുകയാണ്, ഈ ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ ഭാര്യ ഭർത്താവ് ബന്ധമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ യേശുവിനെ കൊടുക്കുവാൻ വേണ്ടി ചോദിക്കുകയാണ്. എന്നാൽ അവിടെ കർത്താവ് ക്ലിയറായിട്ട് പറയുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോൾ വിവാഹവുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ പരസ്പരം ബന്ധമുള്ളവരാണ് എങ്കിൽ തന്നെയും അവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് അറിയും. എന്നാൽ നമ്മൾക്ക് ദൂതതുല്യമായ ശരീരമാണ്. അവിടെ വിവാഹമോ വിവാഹത്തിന് കൊടുക്കപ്പെടുന്നോ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ളതായ വിഷയങ്ങളിൽ അല്ല നമ്മളുടെ ചിന്തകൾ. നമ്മളെ വീണ്ടെടുക്കപ്പെട്ടവനായ യേശുവിനെ എല്ലായ്പ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മറ്റ് ചിന്തകളൊന്നുമില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ നമ്മൾ അന്ന് നമ്മളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മോശയെ അറിയാം, നോഹയെ അറിയാം, ദാനിയേലിനെ അറിയാം. അങ്ങനെയുള്ളതായ വിശുദ്ധന്മാരെയൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അല്ലാതെ ഭാര്യാഭർത്തൃ ബന്ധവും അങ്ങനെയുള്ളതായ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് യേശു നമ്മളെയും അവരെയും പഠിപ്പിച്ചത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 12:24 പറയുന്നത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് തെറ്റിപ്പോകുന്നു. അവർ തെറ്റിപ്പോകുന്നവരാണ്. ദൈവവചനം തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. അതറിയാത്തത് കൊണ്ടാണ് യേശുവിനെ അവർ ക്രൂശിച്ചത് യഹൂദന്മാർ. ഇന്നും ലോകത്തുള്ളതായ അനേകം മനുഷ്യർ ഈ യേശുവിനെ സ്വീകരിക്കാത്തതിൻ്റെ കാരണം ആ ദൈവവചനത്തെയും ദൈവശക്തിയെയും അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവർ തെറ്റിപ്പോകുന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. 12:28-29 വാക്യങ്ങളിൽ മുഖ്യമായിട്ടുള്ള കൽപ്പന എന്ന് പറയുന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി ആരാധിക്കുകയും സേവിക്കുകയും ഒക്കെ ചെയ്യണം. എന്നിട്ട് രണ്ടാമത്തെ കൽപ്പന എന്ന് പറയുന്നത് നീ നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കണം. അപ്പോൾ ഈ രണ്ട് കൽപ്പനകളിൽ ഈ പഴയ നിയമത്തിലെ എല്ലാ കൽപ്പനകളും അല്ലെങ്കിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു അവിടെ വിവരിച്ച് കൊടുക്കുകയാണ്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ 12:34 ഒരു വാക്യം വളരെ പ്രസക്തമാണ്. അവിടെ ഈ ചോദിച്ചതായ ഒരു യഹൂദൻ അല്ലെങ്കിൽ ഒരു യഹൂദ റബിയാണ്. അവനോട് യേശു പറയുകയാണ്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്നുള്ള വാക്യം. നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ ഒരു മുറി ദൈവരാജ്യമാണെങ്കിൽ നീ അകത്ത് കയറിയിട്ടില്ല, എന്നാൽ വെളിയിലാണ് നീ ഇപ്പോഴും. എപ്പോഴും നിനക്ക് വേണമെങ്കിൽ അകത്ത് കയറാനുള്ള സാധ്യതകളുണ്ട്. നീ മനസ്സ് വെച്ചാൽ നീ ഇപ്പോഴും വെളിയിൽ തന്നെയാണ്. നീ ശബ്ദം കേൾക്കുന്നവനാണ്, എന്നാൽ അത് കേട്ട് അനുസരിച്ച് അകത്ത് വരണം എന്നുള്ളതാണ് ദൈവശബ്ദം ആയിട്ട് നമ്മൾക്ക് കാണേണ്ടത്. നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ പല കാര്യങ്ങളും യേശു പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. നിക്കോദിമസ് എന്ന് പറയുന്നതായ ഒരു ടീച്ചറായിരുന്നു. അവന് ദൈവവചനമൊക്കെ അറിയാവുന്നവനായിരുന്നു. എന്നാൽ ദൈവവചനത്തെക്കുറിച്ച് യേശുവിനെക്കുറിച്ചൊക്കെ ലജ്ജയുള്ളവനായിരുന്നു, ഭയമായിരുന്നു. രാത്രിയിലാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും, നിക്കോദിമോസ് യേശുവിൻ്റെ വചനം നേരിട്ടത് കേട്ടു, പഠിച്ചു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇവൻ ദൈവപുത്രനെന്ന് വിശ്വസിച്ചു. യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്നു എന്ന് അവൻ തെളിയിച്ചത് ആ ക്രൂശിൻ്റെ സമയത്താണ്. അവനെ ഈ യേശുവിൻ്റെ ശരീരം ക്രൂശിൽ നിന്നും പീലാത്തോസിനോട് വാങ്ങാൻ നേരത്ത് ആ നിക്കോദിമോസ് പബ്ലിക്കായിട്ട് അവിടെ ചെന്ന് തൻ്റെ കൈകൾ കൊണ്ട് എടുത്തുകൊണ്ട് പോയി. അതുപോലെ തന്നെ രണ്ടാമതൊരാൾ കൂടെ ഉണ്ട്, യോസേപ്പ് എന്ന മന്ത്രി
എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവനും ഒരു രഹസ്യമായ ശിഷ്യനായിരുന്നു യേശുവിൻ്റെ. ഒരു മന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ യഹൂദന്മാരുടെ ഇടയിൽ വലിയ സ്ഥാനമൊക്കെ ഉള്ള ഒരാളായിരുന്നു യോസേപ്പ് എന്ന് പറയുന്നത്. തനിക്ക് വേണ്ടി സ്വന്തം കല്ലറയൊക്കെ കെട്ടിവെച്ചിട്ടുള്ളവനായിരുന്നു. ആ കല്ലറയിലാണ് യേശുവിനെ അടയ്ക്കത് എന്ന് നമ്മൾക്കറിയാം. അപ്പോൾ ക്രൂശിൽ തൂക്കപ്പെട്ട് ശപിക്കപ്പെട്ട് എന്ന് ജനങ്ങൾ കരുതായ ആ ശരീരത്തെ, നഗ്നമായ ശരീരത്തെ തങ്ങളുടെ കൈകൾ കൊണ്ട് ഏറ്റുവാങ്ങി വളരെ ശുദ്ധീകരണം ചെയ്ത് വളരെ പൊന്നും വളരെ കാര്യങ്ങളൊക്കെ സുഗന്ധവർഗ്ഗങ്ങളൊക്കെ പൊതിഞ്ഞ് 100 റാത്തൽ സുഗന്ധവർഗ്ഗമൊക്കെ പൊതിഞ്ഞ് തൻ്റെ സ്വന്തം കല്ലറയിൽ കൊണ്ടുവച്ചു എന്ന് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറയുമ്പോൾ ഈ 2 വ്യക്തികൾ ദൈവരാജ്യത്തിൽ ആയിത്തീർന്നവരാണ്. യേശുവിനെ കൈക്കൊണ്ടു, അവർ പരസ്യമായിട്ട് വന്നു. ആ മരിച്ചതായ യേശുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങുവാൻ തക്കവണ്ണം ഇവൻ പീലാത്തോസിനോട് പോലും അനുവാദം ചോദിച്ചുകൊണ്ട് പരസ്യമായി വന്നതായ ആ 2 പേരെ, നിക്കോദീമോസിനെയും യോസഫിനെയും ദൈവത്തിൻ്റെ വചനത്തിൽ എടുത്തു കാണിച്ചിരിക്കുകയാണ്. അവരകത്ത് വന്നവരാണ്. യേശുവിനെ ചുമക്കുവാൻ വേണ്ടി ഉള്ളതായ ആ അനുഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വെളിയിൽ നിൽക്കുകയല്ല, ദൈവരാജ്യത്തോട് അടുത്ത് നിൽക്കുകയല്ല, അകന്നു വരണം എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ നോക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, ഞാൻ നിന്റെ വാതിലിൻ്റെ പുറത്ത് നിന്ന് മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ അകത്ത് കടന്നു വന്ന് ആ ഒരു യേശുവിനോടുള്ളതായ ആ ഒരു കൂട്ടായ്മയാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 13-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് 4-5 വാക്യങ്ങളിൽ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, നിന്റെ വരവിൻ്റെ അടയാളമെന്ത്? ലോകാവസാനത്തിൻ്റെ അടയാളമെന്ത്? അപ്പോൾ 2 വരവെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ആദ്യമായിട്ട് ഇനിയും വരുന്നത് മേഘത്തിൽ വരുന്നു. അത് രഹസ്യമായിട്ടുള്ള വരവാണ്. ആ വരവിൻ്റെ അടയാളം എന്ത്? 2-ാമത്തെ ചോദ്യവും ഈ അധ്യായത്തിൽ തന്നെയുണ്ട്. അത് ഈ ലോകാവസാനത്തിൻ്റെ അടയാളം എന്ത്? അപ്പോൾ യേശു ഈ സഭയെ ചേർത്തതിന് ശേഷമായിട്ട് വീണ്ടും ഈ ലോകത്തിലേക്ക് കടന്നു വരും. ഈ ലോകം എല്ലാം മാറിയിട്ട് പുതിയ ലോകം വരും, പുതിയ യെരുശലേമൊക്കെ വരും എന്നുള്ളതായ കാര്യം. അങ്ങനെ 2 കാര്യങ്ങൾ പരസ്യമായിട്ടുള്ള വരവ് അവിടെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെയും ചെയ്യണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ 13-ാമത്തെ വാക്യത്തിൽ 3 കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. 36, 37, 33 മുതലുള്ള വാക്യങ്ങളിൽ. അതുകൊണ്ട് സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുക, ഉണർന്നിരിക്കുക. സൂക്ഷിക്കുക, പ്രാർത്ഥിക്കുക, ഉണർന്നിരിക്കുക. യേശുവിൻ്റെ വരവ് വളരെ അടുത്തിരിക്കുകയാണ്. ആ വരവിന് വേണ്ടി നമ്മൾ പഠിക്കണം, സൂക്ഷിക്കണം, പ്രാർത്ഥിക്കണം, ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന യേശുവിൻ്റെ പഠിപ്പിക്കൽ. ഇനിയും ചാപ്റ്റർ 14 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന പുരോഹിതന്മാരും പരീശന്മാരും യേശുവിനെ കൊല്ലേണ്ടതിന് ആലോചിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ യഹൂദന്മാരാണ് യേശുവിനെ കൊന്നത്, അല്ലാതെ ഈ റോമക്കാരല്ല എന്നുള്ളതായ കാര്യം ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഈ യഹൂദന്മാർ തങ്ങളുടെ മശിഹായിട്ട് വന്നവനെ സ്വീകരിക്കാതെ തങ്ങൾക്ക് തന്നെ കൊല്ലുവാനുള്ള അധികാരമില്ലാതിനാൽ പീലാത്തോസിനെ ഏൽപ്പിച്ചു. അവനെ കൊല്ലുക, ക്രൂശിക്കുക എന്ന് ആർത്ത് വിളിച്ചു. അങ്ങനെ അവരാണ് കൊന്നത് യേശുവിൻ്റെ ഇതിൽ. അങ്ങനെ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞപ്പോഴാണ് ജാതികളായിട്ടുള്ള നമ്മൾക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവരാജ്യത്തിലേക്കുള്ളതായ പ്രവേശനം ലഭിച്ചത് എന്നുള്ള ഓർത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ തുടർന്നുള്ളതായ വർഷങ്ങളിൽ ഈ യഹൂദന്മാരും എല്ലാവരും വലിയ മഹോദ്രവങ്ങൾ കൂടെ കടന്നുപോയി. യേശു പരസ്യമായിട്ട് വരുമ്പോൾ തങ്ങൾ കുത്തിയവെങ്കിലേക്ക് അവർ നോക്കും, രാജ്യമായിട്ട് അവർ രക്ഷിക്കപ്പെടും എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. യെരുശലേമിൽ കേന്ദ്രമാക്കിക്കൊണ്ട് തൻ്റെ രാജ്യം അവിടെ സ്ഥാപിച്ച് 1000 വർഷം ഇവിടെ ഭരിക്കും എന്നുള്ളതായ വചനവും നമ്മൾ ഇതോടൊപ്പം ഓർത്തിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഇനിയും 14-ാമത്തെ അധ്യായം 3 മുതൽ 9 ഉള്ളതായ വാക്യത്തിൽ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശുവിൻ്റെ തലയിൽ അവൾക്കുണ്ടായിരുന്നതായ വിലയേറിയ സ്വച്ഛ ജഡ മാംസി തൈലം ഒഴിച്ച് യേശുവിനെ സ്വീകരിക്കുന്നതായ ഒരു സ്ത്രീയെക്കുറിച്ചാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ അവളുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ യഹൂദന്മാരൊക്കെ അല്ലെങ്കിൽ വീട്ടുടമസ്ഥന ഒക്കെ അവളെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ഇവൾ പാപിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അവൾ വന്ന് യേശുവിൻ്റെ തലയിൽ കൂടെ ഈ സ്വച്ഛയുടെ മാംസി വിലയേറിയ തൈലം ഒഴിച്ചിട്ട് യേശുവിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല ഇവൾ പാപിയാണെന്നുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സറിഞ്ഞിട്ട് യേശു പറയുന്നതായ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അവളുടെ പാപങ്ങൾ വളരെയായിരുന്നു, എന്നാൽ ഏറ്റവും കൂടുതൽ മോചിച്ചു കൊടുത്തതുകൊണ്ട് അത്രമാത്രം സ്നേഹം അവൾക്ക് യേശുവിനോട് ഉണ്ടായിരുന്നു എന്ന് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഷീ ഡിഡ് ഓൾ ഷീ ക്യാൻ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കഴിയുന്നതിൻ്റെ മാക്സിമം അവൾ ചെയ്തു. അവൾക്കുണ്ടായിരുന്ന എല്ലാം ആ ഒരു വിലയേറിയ അതാണ് തൈലമായിരുന്നു, അതെല്ലാം യേശുവിൻ്റെ തൈലയിൽ ഒഴിച്ചു കാല് തൻ്റെ മുടി കൊണ്ട് ഒപ്പിയെടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ഗോഡ്. എന്നിട്ട് ഷീ ഡിഡ് ദ ബെസ്റ്റ് ഷീ കാൻ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ഷീ ഡിഡ് അറ്റ് ദ റൈറ്റ് ടൈം. ആ സമയത്ത് യേശുവിന് വേണ്ടി അവൾ ആ തൈലം പൂശി. യേശു പറഞ്ഞത് എന്താണ്? 14-8 വാക്യത്തിൽ, എൻ്റെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുൻപ് കൂട്ടി അവൾ തൈലം തേച്ചു എന്ന് പറയുമ്പോൾ യേശു മരിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ മരണത്തിന് മുമ്പായിട്ട് തന്നെ അവൾ എനിക്ക് വേണ്ടി അടക്കത്തിന് മുമ്പായി ആ തൈലം തേച്ച് അതായിട്ടാണ് യേശു സ്വീകരിച്ചത്. റൈറ്റ് ടൈം ഷീ ഡിഡ് ഇറ്റ്. എന്നാൽ യേശുവിനെ കല്ലറക്കിൽ വെച്ചതിന് ശേഷമായിട്ട് രാവിലെ ഈ തൈലം പൂശുവാൻ വേണ്ടി ചെന്നായ 2 സ്ത്രീകളെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ആ സമയത്ത് അവർക്ക് അതിനുള്ള അവസരം ലഭിച്ചില്ല. യേശു ഉയർത്തെഴുന്നേറ്റ് അവിടെ നിന്നും കല്ലറയിൽ നിന്നും പോയതായിട്ട് കാണുന്നു. ഇവിടെ ഷീ ഡിഡ് ഇറ്റ് അറ്റ് ദ റൈറ്റ് ടൈം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് റൈറ്റ് ടൈമിൽ ചെയ്യണം എന്നുള്ളതാണ് ഈ വചനത്തിൽ നമ്മൾ കാണേണ്ടത്. അതുപോലെ തന്നെ നമ്മളാൽ കഴിവതും മാക്സിമം ചെയ്യണം എന്നുള്ളതാണ്. We have to do whatever the best we can do, and whenever we get the opportunity, do it at the right time എന്നുള്ളതാണ് ഈ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നും വചനത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 14-37 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഗത്സമനയിലേക്ക് യേശു കടന്നു ചെല്ലുന്നതായ ആ ഭാഗങ്ങളാണ് അവിടെ നമുക്ക് കാണുന്നത്. യേശു മനുഷ്യജാതിയുടെ പാപങ്ങളെ എല്ലാം തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് ഇതാ ഗത്സമനയിൽ അതിവേദനയിൽ ആകുന്നതായ അവസ്ഥ, രക്തം വേർപ്പായിട്ട് വെള്ളമായിട്ട് ശരീരത്തിൽ കൂടെ ഒഴുകുന്നതായ അവസ്ഥയാണ് ആ സമയത്ത് കാണുന്നത്. അപ്പോൾ ഈ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ട് യേശു ഒരു കല്ലേറ് ദൂരം അപ്പുറത്തേക്ക് പോയിട്ട് തനിയെ പിതാവിനോട് പറയുകയാണ്, പിതാവേ ഇത് കഴിയുമെങ്കിൽ ഇത് മാറ്റിത്തരണമെന്നുള്ളതായ ആ വേദന ഓർത്തുകൊണ്ട് പറയുന്നതായ ആ സമയത്ത് തിരിച്ചു വന്ന ശിഷ്യന്മാരോട് നോക്കുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നത് കണ്ടു. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. നമ്മളുടെയും ജീവിതത്തിൽ പലപ്പോഴും സാത്താൻ പരീക്ഷിക്കുവാൻ വേണ്ടി ചില അവസരങ്ങൾ നോക്കിയിരിക്കുകയാണ്. എന്നാൽ അതിലൊക്കെയും കർത്താവിൻ്റെ കൃപ വേണം. അതിൽ അകപ്പെട്ടു പോകാതെ ജയിക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനോ കർത്താവ് നമ്മളെ സഹായിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പിന്നീട് യേശു പറയുന്നുണ്ട്, സാത്താൻ നിന്നെ പതിര് പോലെ പാറ്റാനായിട്ട് എന്നോട് അനുവാദം ചോദിച്ചു എന്ന് പറയുമ്പോൾ അതിൽ തളർന്നു പോകാതെ ക്ഷീണിച്ചു വിട്ടുപോകാതെ ഇരിപ്പാൻ കർത്താവ് അനുവാദം കൊടുത്തില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാലും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും അവൻ പ്രാർത്ഥനയിൽ അവൻ ഉറങ്ങിപ്പോയി ക്ഷീണിച്ചു പോയി. എന്നാൽ അവൻ്റെ ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ളവനായിരുന്നു. യേശുവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോയപ്പോൾ അവൻ യേശുവിനെ 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞു. അവൻ പുറത്തിറങ്ങി ഉടനെ പൊട്ടിക്കരഞ്ഞു, അനുതപിച്ചു. അതിൽ കൂടെ അവൻ തിരിച്ചു വന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ തകർന്നവനാണെങ്കിൽ തന്നെയും കർത്താവ് തങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതായ ബലവും ശക്തിയൊക്കെ നൽകി റീഇൻസ്റ്റേറ്റ് ചെയ്ത് ആ പെന്തക്കോസ്ത് നാളിൽ അവൻ്റെ പ്രസംഗം മൂലം 3000 രക്ഷിപ്പാൻ തക്കവണ്ണം ഒരു ലീഡറായിട്ട് മാക്കി തീർക്കുവാൻ
യേശു അവനെ കണ്ടിരുന്നു, അത് സാധിപ്പിച്ചു. സാത്താന് പതിര് പോലെ പാറ്റിക്കളഞ്ഞ് അവൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയുവാനായിട്ട് സമ്മതിച്ചില്ല എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ നോക്കുമ്പോൾ അവിടെ മറ്റൊരു ശിഷ്യനുണ്ടായിരുന്നല്ലോ, യൂദ എന്ന് പറയുന്നത്. ഓടിപ്പോയി അവൻ്റെ ഹൃദയത്തിൽ സാത്താൻ കയറി, സാത്താന് സ്ഥാനം കൊടുത്തു. അവന് യേശുവിൻ്റെ വില മതിച്ച് ആ കോയിൻ വാങ്ങിച്ചു, യേശുവിനെ ഒറ്റിക്കൊടുത്തു. എന്നിട്ടും യേശുവിനോട് അടുത്ത് വന്ന് കരയുവാനോ റിപ്പൻറ്റ് ചെയ്യാനോ അവസരമെടുക്കാതെ അവൻ തനിയെ പോയി തൂങ്ങിച്ചത്തായിട്ടാണ് നമുക്ക് കാണുന്നത്. അങ്ങനെയുള്ളതായ ഒരു ജീവിതം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ തോൽവികളും പ്രയാസങ്ങളും ഉണ്ട് എങ്കിൽ തന്നെയും അതാത് സമയങ്ങളിൽ വെച്ചുകൊണ്ടിരിക്കാതെ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ക്ലിയർ ചെയ്ത് ഒരു ക്ലിയർ മനസ്സാക്ഷിയുള്ളവരായിട്ട്, നിർമ്മല മനസ്സാക്ഷിയോടുകൂടി യേശുവിനെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. 14-ാം അധ്യായത്തിൻ്റെ 63-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മഹാപുരോഹിതൻ്റെ വസ്ത്രം കീറി. അത് പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു മഹാപുരോഹിതൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് വളരെ വിലയേറിയതാണ്, അധികാരത്തിൻ്റെതാണ്. അവൻ്റെ ആയുഷ്കാലം മുഴുവൻ അത് വളരെ ബഹുമാനത്തോടുകൂടെ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ അവൻ വസ്ത്രം കീറിക്കളഞ്ഞാൽ അവൻ്റെ ശുശ്രൂഷ അവസാനിച്ചു എന്നുള്ളതാണ്. ഇവിടെ വചനത്തിൻ്റെ നിവൃത്തി പ്രകാരമാണ് പഴയ നിയമം അവസാനിച്ചു എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഇതാ ആ മഹാപുരോഹിതൻ വസ്ത്രം കീറി. പുരോഹിത ശുശ്രൂഷ അവസാനിച്ചു. പുരോഹിത വസ്ത്രം എന്ന് പറയുന്നത് ആ പഴയ ആചാരവും പഴയ നിയമത്തിൻ്റെ ആ ആചാരത്തിൽ മുൻപോട്ട് പോകുവാനായിട്ടല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിത സ്ഥാനം ഏറ്റെടുത്തു. അവനിൽ വിശ്വസിക്കുന്നവൻ്റെ മക്കൾക്കെല്ലാം പുരോഹിത വർഗമായി തീരുവാനും അവരെ അഭിഷേകം ചെയ്തു. ആ അഭിഷേകത്തിൻ്റെ ശക്തിയോടുകൂടെ നമ്മൾ ജീവിക്കണം, പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് 15-27 കാണുന്നത് ഈ മർക്കോസ് എടുത്ത് കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. യേശുവിൻ്റെ ക്രൂശീകരണ വിശദീകരണം അവിടെ കാണിക്കുന്നുണ്ട്. കഷ്ടാനുഭവങ്ങൾ എല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നു. ആലയത്തിൽ നടക്കുന്ന സംഭവം, യേശു ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടപ്പോൾ, ഈ പുതിയ നിയമ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ആ പഴയ നിയമ ശുശ്രൂഷ അവിടെ അവസാനിപ്പിച്ചിട്ട് ഒരു പുതിയ നിയമം യേശുവിൻ്റെ രക്തത്താൽ നൽകി തന്നു. അവിടെ എന്താണ്? ഉടനെ. അപ്പോൾ മർക്കോസിൻ്റെ ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് ഉടനെ. പ്രാണനെ വിട്ടപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം കീറിപ്പോയി. അതുവരെ ആ മന്ദിരത്തിൽ ഒരു വിശ്വാസിക്ക് കയറി ചെല്ലുവാനുള്ള അധികാരമില്ലായിരുന്നു. മഹാപുരോഹിതന് മാത്രം വർഷത്തിൽ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലണം. അഥവാ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പാപമുണ്ടെങ്കിൽ അവൻ അതിലേക്ക് കയറി ചെല്ലുവാൻ ആർക്കും അവകാശമില്ല. അവൻ്റെ അരയ്ക്ക് കെട്ടിയിരിക്കുന്നതായ ഒരു തുടൽ കൊണ്ട് അവനെ വലിച്ചെടുക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അങ്ങനെയുള്ളതായ അത് മാറ്റിയിട്ട് കൃപാസനത്തോളം അടുത്തു വരുവാൻ എല്ലാവർക്കും അവൻ അധികാരം കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആലയത്തിന് ഒരു വ്യത്യാസം വന്നു, ശുശ്രൂഷയ്ക്ക് ഒരു വ്യത്യാസം വന്നു, പൊസിഷന് ഒരു വ്യത്യാസം വന്നു എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ പ്രകൃതിയിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ, വലിയ ഇടിമുഴക്കങ്ങൾ ഒക്കെ ഉണ്ടായതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ആത്മീയ ലോകത്തിലും മരിച്ചവരൊക്കെ ആത്മാക്കൾ എഴുന്നേറ്റ് അവിടെ നടക്കുന്നതായിട്ടൊക്കെ ഉള്ളതായ കാഴ്ചകൾ. അപ്പോൾ യേശുവിൻ്റെ സൃഷ്ടിതാവിൻ്റെ ആ മരണത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായ കാര്യമാണ്. 15-39 വാക്യം വായിക്കുമ്പോൾ റോമൻ സോൾജറായിട്ടുള്ള ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം, ഒരു ജാതീയ മനുഷ്യൻ, യഹൂദന്മാരുടെ നിയമങ്ങളൊന്നും അറിയാൻ വയ്യാത്തവനാണ്. ഈ ജാതീയ മനുഷ്യൻ തന്നെ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഈ മനുഷ്യനായി പിറന്ന ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം. ഒരു ജാതീയ മനുഷ്യന് ഈ പഴയ നിയമോ ന്യായപ്രമാണോ ഒന്നും പഠിക്കാത്ത അവൻ വിളിച്ചു പറയുകയാണ്. അവൻ കണ്ടുകൊണ്ട് കണ്ടിട്ട് വിളിച്ചു പറയുകയാണ്, സത്യമായിട്ട് അങ്ങനെയാണ്.
15:43 വാക്യം നോക്കുമ്പോൾ ദൈവരാജ്യത്തെ കാത്തിരുന്ന അരിമത്തിയിലെ ജോസഫ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. യേശുവിൻ്റെ ശരീരം വാങ്ങിക്കുന്നു. നിക്കോദെമസും ചേർന്ന് അടക്കുന്നതായിട്ട് കാണുന്നു. 16:15 നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ക്രൂശ് മരണത്തിലൂടെ രക്ഷയുടെ വഴി ഈ മാനവകുലത്തിന് യേശു കൊടുക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷമായിട്ട് ഒരു ഗ്രേറ്റ് കമാൻഡ് അവിടെ കൊടുക്കുകയാണ്. എന്താണ്? നിങ്ങൾ പോയി 16:15 നിങ്ങൾ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഓൺലി 2 ഓപ്ഷൻ. ഒന്ന്, വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ ലോകത്തിലെ പല മനുഷ്യരും പറയുന്നുണ്ട് കരുണാമനയനായ ദൈവത്തിന് ആരെയും അങ്ങനെ ശിക്ഷിക്കാനായിട്ട് സാധിക്കില്ല, നരകത്തിലേക്ക് വിടുവാനായിട്ട് സാധിക്കില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കുന്നവൻ അകത്താകും, വിശ്വസിക്കാത്തവൻ പുറത്ത് അല്ലെങ്കിൽ ശിക്ഷാവിധിയിൽ ആകും. ഉള്ളി 2 കൂട്ടർ, ഒന്നുകിൽ അകത്ത് അല്ലെങ്കിൽ പുറത്ത്. നമ്മളുടെ ജീവിതത്തിൽ ജീവനുള്ളപ്പോഴാണ് അത് തീരുമാനിക്കേണ്ടത്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു പുരോഹിതൻ്റെ കർമ്മത്താലും ഒരു മനുഷ്യനെ ഒരിടത്തു നിന്നും മറ്റിടത്തേക്ക് മാറ്റുവാനായിട്ട് സാധ്യമാകയില്ല. ആരെങ്കിലും അങ്ങനെ പഠിപ്പിക്കുന്നെങ്കിൽ അത് വചനത്തിന് വിരുദ്ധമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഗ്രാഹ്യമുള്ളവരായിരിക്കണം. ദൈവവചനം അറിയാത്തതിനാലാണ് നമ്മളിങ്ങനെ പറയുന്നത് എന്ന് യേശു പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. എന്നിട്ട് 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ കാണും, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങൾക്കും വിഷങ്ങൾക്കും ഹാനി വരുത്തുവാൻ കഴിയുകയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ച് അടയാളങ്ങളാൽ ഈ വചനങ്ങളെ ഉറപ്പിച്ചു പോന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ, യേശു കൊടുത്തതായ വചനങ്ങളെ ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ചുമതല. യേശു നമ്മോട് കൂടെ ഉണ്ട്. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് കർത്താവ് ഈ വചനങ്ങളെ ഉറപ്പിക്കും. അതുകൂടാതെ എന്തൊക്കെയാണ് പറയുന്നത്? പുതുഭാഷകളിൽ സംസാരിക്കും. പലർക്കും അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങളിൽ യേശുവിൻ്റെ പ്രോമിസാണ്, നിങ്ങൾ പുതുഭാഷകളിൽ സംസാരിക്കുന്നു പറയുമ്പോൾ സാത്താന് അറിയാൻ പാടില്ലാത്തതായ ഒരു ഭാഷയാണ് പുതുഭാഷ എന്ന് പറയുന്നത്. പഴയ നിയമത്തിൽ ബാബേൽ കോട്ട തകർത്തപ്പോൾ എല്ലാവരുടെയും ഭാഷ കലക്കി എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് മുമ്പ് വരെ ഒരു ഭാഷ മാത്രമേ ഉള്ളായിരുന്നു, അതായത് ആദാമിന് കൊടുത്തതായ ഭാഷ. ദൈവം ഇറങ്ങി വന്നപ്പോൾ ആദാമിനോട് സംസാരിച്ച ഒരു ഭാഷയുണ്ട്, ഒരു ഭാഷ. എന്നാൽ ഈ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവരാജ്യത്തിലാകുന്നവർക്ക് യേശു ഒരു പുതിയ ഭാഷ കൊടുക്കുന്നു. അതാണ് പുതുഭാഷകളിൽ സംസാരിക്കും. ആ ഭാഷ സാത്താന് അറിഞ്ഞുകൂടാ. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഭാഷയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് മർമ്മങ്ങളെ നമ്മളോട് പ്രാർത്ഥിപ്പാനായിട്ട് പഠിപ്പിക്കും. ഞരക്കത്തിൽ കൂടെയാണെങ്കിൽ തന്നെയും ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥനകളെ സാത്താൻ അറിയാതെ അത് പഠിപ്പിക്കുന്ന ഭാഷയാണ് പുതുഭാഷകളിൽ സംസാരിക്കും എന്ന് പറയുന്നത്. അതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി ഒക്കെ ഈ വചനത്തോടു കൂടെയുണ്ട്. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ച്, നമ്മൾ തന്നെയല്ല ചെയ്യുന്നത്, കർത്താവ് ആ പരിശുദ്ധാത്മാവിനെ അയച്ച് നമ്മളോടുകൂടെ പ്രവർത്തിച്ച് ഈ വചനത്തെ ഉറപ്പിച്ചു പോകുന്നു. ദൈവത്തിൻ്റെ വചനമാണ് ഇമ്പോർട്ടൻ്റ്. ഈ വചനം ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ ഏത് കേമൻ പറഞ്ഞാലും, ഏത് നേതാവ് പറഞ്ഞാലും, ഏത് പ്രസിഡന്റ് പറഞ്ഞാലും ഈ വചനത്തിനെതിരായി പറയുന്നവർക്ക് അവരുടെ കൂടെ നിൽക്കുവാനായിട്ട് പാടില്ല. വചനത്തെ ഉറപ്പിച്ച് കർത്താവിനോടുകൂടെ നിൽക്കുവാൻ, അങ്ങനെയാണ് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത്. അപ്പോൾ ഈ മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ ഓടിച്ച് പഠിച്ചു. അതിൻ്റെ കൺക്ലൂഷനായിട്ട് യേശു വന്നത് തൻ്റെ മരണത്താൽ തൻ്റെ ജീവനെ നൽകി ഈ വചനമായിട്ട് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിൻ്റെ വരവ് വരെയും ഈ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കപ്പെടും എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. പ്രൈസ് ലോർഡ്. അതനുസരിക്കുന്നവർ ദൈവത്തിൻ്റെ രാജ്യത്തിനുള്ളിലാകും, അനുസരിക്കാത്തവർ രാജ്യത്തിൻ്റെ വെളിയിൽ തന്നെയാണ്. ചിലപ്പോൾ അടുത്താണെന്ന് തോന്നിയേക്കാം, എന്നാൽ തന്നെയും പുറത്തായിരിക്കും. നമ്മൾ മേക്ക് ഷുവറായിട്ട് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വി വിൽ ബി ഇൻസൈഡ് ദി കിങ്ഡം ഓഫ് ഗോഡ്. ആൻഡ്
യേശുവിനോട് കൂടെ ആ നല്ല കോൺവെർസേഷൻ അല്ലെങ്കിൽ ഫെലോഷിപ്പ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് ലോകമെങ്ങും ഈ വചനം പ്രസംഗിക്കപ്പെടും. അനുസരിക്കുന്നവർ രക്ഷ പ്രാപിക്കും, അല്ലാത്തവർ ന്യായവിധിയിൽ അകപ്പെടും. ചോയ്സ് ഈസ് യുവേഴ്സ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ രാജ്യത്തോട് അടുത്ത് നിൽക്കാതെ അകത്ത് കയറിക്കൊണ്ട് യേശുവിനോട് കൈ പിടിച്ചുകൊണ്ട് മുൻപോട്ട് ഓരോ ദിവസവും പോകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. അടുത്ത ലെസണിൽ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം പഠിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.